ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് സനീഷ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ, അന്തംഗം ഈ മാധ്യമപ്രവർത്തകൻ്റെ മുട്ടിടിച്ചിരിക്കുകയാണ്, നിക്കറിൽ മുള്ളിയിരിക്കുകയാണ്. രാഹുലിനെ വെല്ലുവിളിച്ചും രാഹുലിൻ്റെ ധാർമ്മികതയും രാഹുലിൻ്റെ അർഹതയും ചോദ്യം ചെയ്തു കൊണ്ടുവന്ന സനീഷിനെ നിയാസ് മലബാരിയുടെ ഒരൊറ്റ ഫേസ്ബുക്ക് കുറിപ്പ് കൊണ്ട് ഇപ്പം മുട്ടിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത വെപ്രാളത്തിൽ നിൽക്കുകയാണ് സനീഷ് ഇളയടത്ത്. ആ പോസ്റ്റ് ഇതായിരുന്നു. ഇന്നലെ സനീഷ് ഇളയടത്ത് എന്ന മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് കേട്ടു. ഗണേഷ് കുമാറിൻ്റെ പെണ്ണ് കേസിൽ അഭിപ്രായം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് ധാർമ്മികത എന്ന്. അങ്ങനെയെങ്കിൽ ഭാര്യയും മുതിർന്ന കുട്ടിയുമുള്ള സനീഷ് അത്യാവശ്യം എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റൊരു സ്ത്രീയുടെ ഇൻബോക്സിൽ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന യന്ത്രം ആദ്യം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം മറ്റുള്ളവരെ ധാർമ്മികത പഠിപ്പിക്കാൻ എന്നായിരുന്നു ഈ പറയുന്ന നിയാസിൻ്റെ പോസ്റ്റ്. ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: 1-2 അധ്യായത്തിനുള്ള കഥയുണ്ട്, കൂടുതൽ നാറണോ എന്ന് സനീഷിന് തീരുമാനിക്കാം എന്നായിരുന്നു നിയാസിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് വന്നതിന് തൊട്ടു പിന്നാലെ സനീഷ് ഇളയടത്ത് വലിയ ഒരു വെപ്രാളത്തിലാണ്. തൻ്റെ സുഹൃത്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിയാസ് മലബാരിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും എന്താണ് നിയാസിൻ്റെ കയ്യിലുള്ള ബോംബ് എന്നറിയുവാനുള്ള ഒരു വല്ലാത്ത ക്യൂരിയോസിറ്റി സനീഷിന് ഉണ്ടായി എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, സനീഷ് നിയാസിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നിയാസ് മലബാരി 2 ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന്, കേരളത്തിലെ ഒരു പ്രമുഖ നേതാവ്, ഏറ്റവും ലേറ്റസ്റ്റ് വണ്ണാണ്. കേരളത്തിലെ ഒരു പ്രമുഖ നേതാവിന് കരിയോയിലൊഴിച്ച കേസിലെ പ്രതിയായിരുന്ന മുൻ SFI വനിതാ നേതാവുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഭാര്യ എടുത്തിട്ട് അലക്കിയ ആ സംഭവമാണോ നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് ചിലർ വഴി പ്രമുഖ മാധ്യമപ്രവർത്തകൻ അറിയാൻ ശ്രമിക്കുന്നത്. അതൊന്നുമല്ല കാര്യം. റമദാൻ കഴിയുന്നത് വരെ ക്ഷമിക്കാൻ പറഞ്ഞാലും സ്വൈര്യം തരില്ല. ഒരു വല്ലാത്ത ജിജ്ഞാസ, ക്യൂരിയോസിറ്റി. എന്താ ചെയ്യുക? വെല്ലുവിളിയുമായി വന്ന് അവിവേകം കാണിക്കരുത്, നന്നാവാനുള്ള അവസരമായി കണ്ടാൽ മതി എന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയതുമാണ്. ജിജ്ഞാസ ഒരൽപ്പം കൂടിപ്പോയി. അവനവന് കുരുക്കുന്ന കുഴുക്കിടിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന നിയാസ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നിയാസ് വളരെ കൃത്യമായിട്ട് നിയാസിനെ ചിലർ കോണ്ടാക്ട് ചെയ്തു, എന്താണ് സംഭവം എന്നറിയാൻ എന്നൊക്കെയാണ് നിയാസ് പറയുന്നത്. അപ്പോൾ കാര്യം കൊള്ളയുടെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. സനീഷിന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുമുണ്ട്. സനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസുകൾ ഒരുപാടുള്ളത് കൊണ്ട് ഇന്റേൺഷിപ്പിന് വരുന്ന ഈ പറയുന്ന പുതുതായിട്ട് വരുന്ന ഇന്റേൺഷിപ്പിന് വരുന്ന മാധ്യമപ്രവർത്തകരായിട്ടുള്ള യുവതികളുമായിട്ട്, യുവതികളെന്ന് പറയാൻ പറ്റില്ല, പഠിത്തം കഴിഞ്ഞിട്ട് നേരെ വരുന്ന ടീമാണ്, അവരുടെ കൈയും കാലും നഖവും മുഖവും മുടിയും ഒക്കെ നോക്കി അതിലൂടെ ഇൻബോക്സിലൂടെ അവരുടെ ഹൃദയത്തിലേക്ക് പിടിച്ചു കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന സനീഷിനെ പൊളിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ കേരളത്തിലെ മാപ്രകളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളും കരുതി വെച്ചോളൂ. നിങ്ങൾ രാഹുലിൻ്റെ ധാർമ്മികതയും രാഹുലിൻ്റെ അർഹതയും അയാളുടെ അവകാശത്തെക്കുറിച്ചുമാണ് വാചാലരാവാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒന്നും പറയില്ല. അയാളുടെ പണിയെടുക്കും, പോകും. പക്ഷേ രാഹുലിനെ പ്രതിരോധിക്കാൻ ആയിരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കണ്ട. അപ്പോൾ നിങ്ങൾ രാഹുലിൻ്റെ ധാർമ്മികത, രാഹുലിൻ്റെ അർഹത, രാഹുലിനെതിരെ വയറുന്നതിനെതിരെ പരാതി, ഇതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈ പരാതിയുടെ മേലിൽ കോടതികളുടെ പരാമർശങ്ങൾ, കോടതി പറഞ്ഞിരിക്കുന്ന നിരീക്ഷണങ്ങൾ, അതേക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ചില കളികൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പടുത്തു പിടിച്ചിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ, ഇതുപോലെ ഉള്ളതൊക്കെ നിങ്ങൾക്കെതിരെയും പുറത്തു വരും എന്നുള്ള കാര്യം നിങ്ങളാരും മറക്കണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, സനീഷിൻ്റെ മുട്ടിടിച്ചിട്ടുണ്ട്. സനീഷിൻ്റെ മാത്രമാണോ? അല്ല, ചില ആളുകളുടേതൊക്കെ മുട്ടിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്താ കാര്യം? ചിലതൊക്കെ പുറം ലോകം അറിയാതിരുന്ന, വളരെ രഹസ്യമാക്കി ഒതുക്കി തീർത്ത, ഭാര്യ എടുത്തിട്ട് അലക്കിയിട്ടും ഒരു പരാതിയും ഒരു പ്രോബ്ലവും ഉണ്ടാക്കാതെ 4 ആൾ അറിയാതിരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത പല കാര്യങ്ങളും പുറത്തേക്ക് വരും. അത് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ ഇനി ഒരു 8 ദിവസം കൂടി, മാക്സിമം 8-9 ദിവസങ്ങൾ കൂടി മാക്സിമം. ഈ റമദാൻ കഴിയുന്നതോടുകൂടി
ഇത്തരത്തിലുള്ള അളന്ന് നടക്കുന്ന ആളുകളുണ്ട്. ധാർമ്മികത അളന്നിട്ട്, അർഹത അളന്നിട്ട്, അവകാശം അളന്നിട്ടൊക്കെ നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെ കൂടുന്ന കുറേ എണ്ണമുണ്ട്. നിങ്ങളുടെയൊക്കെ തനി നിറം എന്താണെന്നുള്ളത് പൊതുമധ്യത്തിലേക്ക് അഴിച്ചുവിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു തർക്കവും വേണ്ട. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിയാസ് മലബാരിയുടെ ഒരൊറ്റ പോസ്റ്റ്, ആ പോസ്റ്റിൽ കാര്യം എന്താണെന്നോ ഒന്നും ഒരു സൂചനകളും ഒരു വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ പോസ്റ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നന്നാകാനുള്ള അവസരമാണ്, കൂടുതൽ വെല്ലുവിളികളുമായി വന്നിട്ട് നാറണോ എന്നുള്ളത് സനീഷിന് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നാവണോ അതോ നാറണോ എന്നുള്ളത് സനീഷിന് തീരുമാനിക്കാം. ഇനി സുഹൃത്തുക്കളെയൊക്കെ ഉപയോഗിച്ച് എന്താണ് ഇവൻ്റെ കയ്യിലുള്ള ആയുധമെന്ന് മനസ്സിലാക്കി അതൊക്കെ എന്തെങ്കിലും രീതിയിൽ ഒത്തുതീർപ്പാക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾ കരുതുന്ന പോലെയല്ല. നാറ്റിക്കുമെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം നാറ്റിക്കും. സെപ്റ്റിക് ടാങ്ക് പൊട്ടി ഒലിക്കുന്നത് പോലെയുള്ള നാറ്റം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു സംശയമോ തർക്കമോ വേണ്ട എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ 3 പരാതികളുണ്ട്. പരാതികളിൽ വലിയ ക്രൂരതകൾ പറഞ്ഞിട്ടുണ്ട്. അടിച്ചു, തുപ്പി, മർദ്ദിച്ചു, കയറ്റി, ഇറക്കി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതിയിലെത്തിയപ്പോൾ എന്താ ആയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെ എന്നാണ് കോടതികൾ ചോദിക്കുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പീഡനം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷവും പല തവണ ഹോട്ടൽ മുറികളിലും രാഹുലിനെ കാണാൻ വേണ്ടി കാത്തിരുന്നത്, രാഹുലിനെ വിളിച്ചു വരുത്തി ഹോട്ടൽ മുറികളിൽ കാത്തിരുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യവും കോടതി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളുമായി അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ആരെങ്കിലും വന്നിട്ട് രാഹുലിനെ അങ്ങ് തൂക്കിക്കൊല്ലാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുരുക്കിടുന്നത് നിങ്ങളുടെ കഴുത്തിലാണ് എന്നുള്ള കാര്യം കേരളത്തിലെ മാപ്രകളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ കുരുക്കിടുന്നത് നിങ്ങളുടെ കഴുത്തിലാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയ, നിങ്ങളുടെ കയ്യിൽ മാധ്യമമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ വാർത്താ ചാനലുകൾ ഉണ്ടെങ്കിൽ, ഇവിടെ രാഹുലിനെ പിന്തുണക്കുന്നവരുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ട് എന്നുള്ള കാര്യം ആരും അവിസ്മരിക്കേണ്ട. അങ്ങനെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ആരും കരുതുകയും വിശ്വസിക്കുകയും വേണ്ട. വെല്ലുവിളികൾ ഉണ്ടാവേണ്ട, അവസരങ്ങൾ തരാം, എല്ലാവർക്കും നന്നാവാനുള്ള അവസരം തരാം. പക്ഷേ എന്ന് കരുതി രാഹുലിനെ അങ്ങ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവനെ അങ്ങ് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ് മോനെ ദിനേശ, വ്യാമോഹം എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ തെളിവുകളോടുകൂടി നിങ്ങൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ, കാമലീലകൾ, അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് ചർച്ചകൾക്ക് വേണ്ടി ഇട്ടുകൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങളൊരു നിഷ്പക്ഷമാണ്, 2 ഭാഗവും പറയുന്ന കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയിലെ കാര്യങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല. നിങ്ങളാരും അത് പറയേണ്ടതെന്ന് നമ്മൾ പറയുന്നില്ല. നിങ്ങളത് പറയും, അത് പറയണം. നിങ്ങൾ അത് പറയുന്നതോടൊപ്പം ഈ പരാതികൾ കോടതിയിലെത്തിയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, കോടതി എന്തൊക്കെ ചോദ്യങ്ങളാണ് പരാതിക്കാരിയോട് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയണം. എന്ന് പറഞ്ഞാൽ 2 ഭാഗവും നിങ്ങൾ പറയണം എന്നുള്ള ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ആ 2 കാര്യവും നിങ്ങൾ പറഞ്ഞാൽ മതി, 2 ഭാഗവും പറഞ്ഞാൽ മതി. അല്ലാതെ ഒന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാഹുലിനെ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ ആർക്കെങ്കിലും വേണ്ടി പണിയെടുക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അണ്ണാക്കിൽ പൊട്ടിക്കാനുള്ളത് പൊട്ടിച്ചിട്ടേ നിർത്തുകയുള്ളൂ എന്നുള്ള ചെറിയ ഒരു മുന്നറിയിപ്പാണിത്. മനസ്സിലായില്ലേ? ഒരു ചെറിയ മുന്നറിയിപ്പ്. നിങ്ങൾക്കറിയാലോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സോഷ്യൽ മീഡിയ എന്താണെന്നും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്താണെന്നും എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതും നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ധാർമ്മികത അളക്കുമ്പോൾ എല്ലാവരും നമുക്കൊന്നായിട്ട് അങ്ങ് അളക്കാം. രാഹുലിൻ്റെ മാത്രമായിട്ട് ആരും അളക്കാൻ ഇറങ്ങണ്ട. ധാർമ്മികതയാണ് പ്രശ്നമെങ്കിൽ, അർഹതയാണ് പ്രശ്നമെങ്കിൽ ഈ പറയുന്ന എല്ലാവരുടെ
ഈ പറയുന്ന എല്ലാവരുടേതും നമുക്കൊന്ന് അളക്കാം. കേരളത്തിലെ മാപ്രകളുടെയും നമുക്ക് അളക്കാം, രാഹുലിൻ്റേതും അളക്കാം, ഗണേശിൻ്റേതും അളക്കാം. അങ്ങനെ അളക്കേണ്ടവരുടെയൊക്കെ ഏത് ബാലൻ്റെ കയ്യിലും ശ്രീമതിയുടെ കയ്യിലുള്ള അളവുകോലല്ല, ഇത് ജനങ്ങളുടെ കയ്യിലുള്ള അളവുകോൽ വെച്ചിട്ട് എല്ലാവരും നമുക്കൊന്ന് അളക്കാം. എന്നിട്ട് നമുക്ക് ഒരു കമ്പാരിസൺ നടത്താം. അതിലൂടെ നമുക്ക് തീരുമാനിക്കാം ആരുടേതാണ് തീവ്രത, ആരുടേതാണ് പീഡനം, ആരുടേതാണ് ലൈംഗിക വൈകൃതം, ആരുടേതാണ് കാമലീലകൾ എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് അളന്ന് തിട്ടപ്പെടുത്താം. എന്താ, തയ്യാറുണ്ടോ? ഉണ്ടോ? അപ്പോൾ എന്താണെങ്കിലും സനീഷിൻ്റെ മുട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്. സനീഷ് എന്താണ് കാര്യമെന്നറിയാനുള്ള അന്വേഷണങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണെങ്കിലും സനീഷെ, കയ്യിലൊരായുധമുണ്ട്. അത് നിന്റെ കഴുത്തിൽ കുരുക്കിടാനുള്ള ആയുധമാണ് എന്നുള്ളത് നീ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ധാർമ്മികത വല്ലാതെ അളന്നങ്ങ് മലമുകളിൽ കയറാൻ നിൽക്കേണ്ട എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ.